നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളെല്ലാം തന്നെ ഏവരും ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കാറുള്ളത്. കാരണം അദ്ദേഹം പോകുന്ന രാജ്യങ്ങൾ, അവിടെ പല കരാറുകളിലും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലടക്കം വലിയൊരു വികസനം അല്ലെങ്കിൽ വലിയൊരു വളർച്ചയാണ് പല രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യം ഉണ്ടാക്കാറുള്ളത്. ഏതായാലും ഇപ്പോഴും അദ്ദേഹം 5 ദിവസത്തെ വിദേശ യാത്രകളിലാണ്. ഇതിൽ അബുദാബിയിലെത്തിയപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. അബുദാബിയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിലെ പെട്രോളിയം കരുതൽ ശേഖരത്തിൽ 3 കോടി ബാരൽ അസംസ്കൃത എണ്ണ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ഉറപ്പാക്കും. പ്രധാനമന്ത്രിയുടെ യാത്രകളെ വിമർശിക്കുന്നവർ ഇക്കാര്യം അറിയണം. അദ്ദേഹം അവിടെ വെറുതെ കറങ്ങി കാണാനല്ല പോകുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള ഊർജ പങ്കാളിത്തം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ തന്ത്രപ്രധാന പെട്രോളിയം സംഭരണിയിൽ, അതായത് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ 30 മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ സംഭരിക്കാൻ UAEയുമായി ധാരണയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, എണ്ണ ലഭ്യത ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. പെട്രോൾ വിലയൊക്കെ തന്നെ കൂടുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലുമായിട്ടാണ് UAEയുമായി ഇത്തരത്തിലൊരു കരാറിൽ ഇന്ത്യ ധാരണയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹ്രസ്വ അബുദാബി സന്ദർശനത്തിന് പിന്നാലെയാണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും തമ്മിൽ നടത്തിയ വിപുലമായ ചർച്ചകൾക്കൊടുവിലാണ് ഈ നിർണായക തീരുമാനം പുറത്തുവന്നത്. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ചരക്ക് നീക്കവും തടസ്സമില്ലാത്ത നാവിക ഗതാഗതവും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞു. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും തമ്മിലുള്ള തന്ത്രപ്രധാന സഹകരണ കരാറിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ എണ്ണ സംഭരണികളിൽ UAEയുടെ പങ്കാളിത്തം 30 മില്യൺ ബാരലായി ഉയർത്താൻ ഈ കരാർ സഹായിക്കും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾ കാരണം ആഗോള എണ്ണ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഈ സാഹചര്യത്തിൽ ഈ നീക്കം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ കൂടുതൽ ശക്തമാക്കും. രാജ്യത്തെ പെട്രോളിയം ഉപഭോഗത്തിന് ആനുപാതികമായി കരുതൽ ശേഖരമില്ലാത്തതും പശ്ചിമേഷ്യൻ പ്രതിസന്ധി വന്നതോടെ ഇന്ത്യക്ക് വെല്ലുവിളിയായി മാറിയിരുന്നു. ഇതിന് പരിഹാരമാവും ഈ കരാർ. ഇതിനു പുറമെ ഇന്ത്യയിൽ തന്ത്രപ്രധാനമായ ഗ്യാസ് സംഭരണികൾ സ്ഥാപിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അഡ്നോക്കും തമ്മിലുള്ള ദീർഘകാല LPG വിതരണത്തിനായുള്ള പ്രത്യേക കരാറിനെയും ഇരുപക്ഷവും സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ UAE വളരെ പ്രധാനപ്പെട്ട പങ്കാളിയാണെന്ന് വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം അസംസ്കൃത എണ്ണ, LNG, LPG വിതരണം എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ ഊർജ്ജ പങ്കാളിത്തത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഊർജ്ജ മേഖലയ്ക്ക് പുറമെ ബാങ്കിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻസ് എന്നീ മേഖലകളിലായി ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപം നടത്തുമെന്നും UAE പ്രഖ്യാപിച്ചു. പ്രതിരോധം, സമുദ്ര സുരക്ഷാ സഹകരണം, കപ്പൽ നിർമ്മാണം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും ആഗോള ഊർജ്ജ വിപണിയിലെ അസ്ഥിരതയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അബുദാബി സന്ദർശനം നടന്നത്. UAEക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി ആവർത്തിച്ചു. UAE ഭരണകൂടത്തോടും ജനങ്ങളോടുമുള്ള ഇന്ത്യയുടെ ഐക്യദാർഢ്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. മേഖലയിലെ സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള പ്രധാന കപ്പൽ ചാലുകളിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കെ പ്രാദേശിക സുസ്ഥിരതയും സുരക്ഷിതമായ വ്യാപാര പാതകളും കൂടുതൽ ശക്തമായ സാമ്പത്തിക സഹകരണവും അനിവാര്യമാണെന്ന് ഇന്ത്യയും UAEയും അടിവരയിട്ട് പറഞ്ഞു. വാതക കരുതൽ ശേഖരം സ്ഥാപിക്കാൻ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും തമ്മിൽ കരാറിൽ ഒപ്പിട്ടു. വിശാഖപട്ടണത്തെ സംഭരണശാലയിലേക്കാണ് പെട്രോളിയം പ്രധാനമായും എത്തിക്കുന്നത്.
ഒഡീഷ ചണ്ഡീഗഡിലെ പ്ലാന്റുകൾ വികസിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിന്റെ ഭാഗമായി UAE ഫുജൈറയിൽ അസംസ്കൃത എണ്ണ സംഭരിക്കാൻ സൗകര്യവും ഇന്ത്യയിലെ LNG LPG സംഭരണശാലകളിൽ പങ്കാളിത്തവും ഉണ്ടാകും. 5 രാഷ്ട്രങ്ങൾ സന്ദർശിക്കാനായി പുറപ്പെട്ട മോദി ആദ്യം എത്തിയതും UAE-യിലാണ്. നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. തിങ്കളാഴ്ച നോർവേയിൽ നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും മോദി പങ്കെടുക്കും. ഏതായാലും ആ രാജ്യങ്ങൾ കൂടി സന്ദർശിക്കുന്നതോടെ ഇന്ത്യയുമായി പുതിയ വ്യാപാര കരാറുകളിലോ ഇന്ത്യയുമായുള്ള പല നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങളിലും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു സന്ദർശനം കൂടിയാണ് നരേന്ദ്രമോദി നടത്തുന്നത്. അതേസമയം ഇന്ത്യയിൽ പരക്കുന്ന ഒരു തെറ്റായ വാർത്തക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തുറന്നടിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, വിദേശത്തേക്ക് യാത്ര നടത്തുന്നവരിൽ നിന്ന് പ്രത്യേക ടാക്സ് അല്ലെങ്കിൽ സർചാർജ് ഈടാക്കാൻ സർക്കാർ ഉന്നത തലത്തിൽ ആലോചിക്കുന്നു എന്ന വാർത്തകൾ തള്ളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CNBC TV 80 ആണ് വിദേശയാത്രയ്ക്ക് നികുതി ഈടാക്കാൻ സർക്കാർ ഒരുങ്ങുന്നുവെന്ന വാർത്ത പ്രസിദ്ധീകരിച്ചത്. സത്യത്തിൽ ഒരംശം പോലും ആ വാർത്തയിലില്ലെന്നും തീർത്തും അസംബന്ധമാണ് പ്രചരിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമമായ X-ൽ കുറിച്ചു. അപൂർവമായാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ഇത് തീർത്തും തെറ്റാണ്. സത്യത്തിന്റെ കണിക പോലുമില്ല. വിദേശയാത്രയിൽ അത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ചോദ്യമേ ഉദിക്കുന്നില്ല. ജനങ്ങളുടെ സൗകര്യവും ക്ഷേമവുമാണ് എല്ലായ്പ്പോഴും സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്ന നിമിഷങ്ങൾക്കകം വാർത്ത പിൻവലിച്ച് CNBC ഖേദം പ്രകടിപ്പിച്ചു. വിദേശയാത്രയ്ക്ക് നികുതി ഏർപ്പെടുത്താൻ നീക്കമെന്ന പേരിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പിഴവുണ്ടായി. ആ വാർത്ത പിൻവലിക്കുകയും തെറ്റിൽ ഖേദിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു X-ൽ വിശദീകരണം. US-ഉം ഇസ്രായേലും ഇറാന് മേൽ നടത്തിയ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ നഷ്ടം നികത്തുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ നികുതിക്ക് നീക്കമെന്നായിരുന്നു റിപ്പോർട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ വിദേശയാത്രയ്ക്ക് ഈടാക്കുന്ന സെസ് നേരിട്ട് കേന്ദ്ര സർക്കാരിലേക്കാകും പോകുകയെന്ന 1 വർഷത്തേക്ക് സെസ് നിലവിലുണ്ടാകുക എന്നുമാണ് റിപ്പോർട്ട് അവകാശപ്പെട്ടിരുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും ലഭ്യമായില്ല എന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇന്ധനം ലാഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുഗതാഗതം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കുകയും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുകയും ചെയ്യണമെന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത്. വിദേശ നാണ്യവിനിമയം സന്തുലിതമാക്കാൻ മാത്രമല്ല യുദ്ധക്കെടുതി കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്നും തെലങ്കാനയിൽ നടന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി വിശദീകരിച്ചത്. അതിർത്തിയിൽ ശത്രുവിനോട് പോരാടി ജീവൻ ത്യജിക്കാനുള്ള സന്നദ്ധത മാത്രമല്ല, ദേശസ്നേഹം, ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട കടമകളും കർത്തവ്യങ്ങളും പുലർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം കൂടിയാണത് എന്നും മോദി പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതോടെ ഇന്നലെ രാജ്യത്തും ഇന്ധനവില വർദ്ധിച്ചിരുന്നു. പെട്രോളും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതമാണ് വർദ്ധിച്ചത്. ഏതായാലും ഇപ്പോൾ UAE നിന്നടക്കം എണ്ണ വിതരണത്തെ സംബന്ധിച്ചുള്ള കരാറിൽ ഏർപ്പെട്ട സ്ഥിതിക്ക് ഇനിയുള്ള കുറച്ച് കാലം ഒരു പ്രതിസന്ധി വന്നാലും പെട്ടെന്നൊന്നും തന്നെ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇത്തരത്തിൽ പല രാജ്യങ്ങളും ഇന്ത്യക്ക് വേണ്ടി എണ്ണ വിതരണം നടത്താൻ തയ്യാറായി നിൽക്കുമ്പോൾ പല ആശങ്കകൾക്കും ഇവിടെ പരിഹാരമാവുക കൂടിയാണ് ചെയ്യുന്നത്.